തിരുഹൃദയഗീതം 16-ാം ഭാഗം. മാരകരോഗത്താൽ വേദന തിന്നുന്ന മനുഷ്യരെല്ലാരും എന്നെ നോക്കി. ഉജ്ജ്വല സ്നേഹവും മുലയാത്ത ശരണവും ഉരുകിയ കരളോടെ കാഴ്ചവെക്കും. എൻ്റെ പിതാവിൻ്റെ തിരുചിത്തം ഭൂമിയിൽ എന്നും വിജയിക്കാൻ തീവ്രമായി സ്പന്ദിച്ചിടുന്ന എൻ ഹൃദയത്തെ നിത്യവും വന്നിച്ചു നന്മയിൽ വികസിക്കുവിൻ. മനുഷ്യരക്ഷയ്ക്കായി നിത്യം തുടിക്കുന്ന മാമാക ഹൃദയത്തിൽ ദുഃഖചിത്രം. മനുഷ്യരക്ഷയ്ക്കായി നിത്യം തുടിക്കുന്ന മാമാക ഹൃദയത്തിൻ ദുഃഖചിത്രം. മാനവനയനങ്ങൾ പൂർണ്ണമായി കാണുകിൽ നനയുന്നു ചുടുകണ്ണീർ വാർത്തിടുന്നു. കാൽവരിക്കുന്നിലെ കുരിശിൽ ഞാൻ നിങ്ങൾക്കായി കാഴ്ചവെച്ച ബലി നിങ്ങളെല്ലാം മറുരൂപശൈലിയിൽ തുടരുവാൻ മക്കളെ മറന്നുപോകല്ലേയ ജീവനാന്തം. താഴ്മയിൽ സാഷ്ടാംഗം വീഴുവിൻ, കേഴുവിൻ. തന്നെത്താൻ സ്നേഹിച്ചിടുന്ന പോലെ മറ്റുള്ള മാനവ സഹചരെ സ്നേഹിപ്പാൻ മാറത്തടിച്ചെന്നും പ്രാർത്ഥിക്കുവിൻ. ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യർ ദിവസേന ചെയ്തു കൂട്ടുന്ന പാപം ദൈവപിതാവിൻ്റെ സ്നേഹം തുളുമ്പുന്ന ദിവ്യമാം ചിത്തം പിളർത്തിടുന്നു. ഈ നഗ്നസത്യം ഗ്രഹിച്ചുകൊണ്ടെല്ലാരും ഹീനപാപങ്ങൾ പൊറുത്തു കിട്ടാൻ അനുതാപബാഷ്പം പൊഴിക്കട്ടെ. അതുവഴി ആകാശമോക്ഷത്തിലെത്തിയിടട്ടെ. ഓർക്കുക നരപാപ ഘോരഭാരത്തിനാൽ ഒലിവുതോട്ടത്തിൽ ഞാൻ വീണരംഗം. അന്ത്യമാശ്വാസം വലിക്കവേ ഞാൻ എൻ്റെ അരുമാത്മജന്മാരെ യകിലരെയും ആരോമ ശിഷ്യനാം യോഹന്നാനിൽ കൂടെ മരിയാംബികയ്ക്ക് അർപ്പിച്ച സത്യം. മാനവവർഗം മറക്കാതെ മാതാവിൻ മക്കളായി ജീവിപ്പിൻ ഭക്തിപൂർവം. ശാന്തശീലത്തിലും വിനയഭാവത്തിലും എന്തും ക്ഷമിക്കും സ്വഭാവത്തിലും എന്നെ പിൻചെല്ലുവിനെന്നും മക്കളെ മന്നിനെ വെല്ലും യോദ്ധാക്കളാവാൻ. മാനവദൗർബല്യം മഹനീയ ശക്തിയായി മാറ്റുന്നു എൻ്റെ കാരുണ്യധാര. മാറോടു ചേർത്തെന്നെ പുണരുവാൻ പരിശുദ്ധ മാലാഖമാരൊത്തു സ്തുതി പാടുവാൻ. പാപത്തിൽ മുഴുകിയ ഹതഭാഗ്യർ മക്കളെ പരലോകഭാഗ്യത്തിനർഹരാകും. ഞാൻ മൂതാ നിങ്ങൾക്ക് താങ്ങും തണലുമായി ദിനമനുവരമാരി ചെയ്തു പോരും.
ഐഹിക ജീവൻ്റെ അവസാന ഘട്ടത്തിൽ മഹിയെ പിരിയുന്ന സന്ദർഭത്തിൽ പാരീതിൻ സകലരും ഞാൻ ചോരിഞ്ഞിടുന്ന പരിത്രാണവരവർഷം സ്വീകരിക്കും. പാപം ത്യജിച്ചിടും ചെയ്ത പാപങ്ങളിൽ പശ്ചാത്താപിച്ചും പീഴയടിച്ചു സൗഭാഗ്യവിരഹം വരിച്ചെൻ്റെ അന്തികെ സന്തോഷഭരിതരായി ജീവിച്ചിടും. പരമാപിതാവിൻ്റെ ഭവനവും സ്വർഗത്തിൽ അരുമക്കവാടത്തിൽ പടിവാതിലും നീതി സിംഹാസന പീഠവും സ്നേഹത്താൽ നിറയുന്നു മധുമാല പറുദീസയും അഖില സുഹൃദവും വാരി വീതറുന്ന അമല മനോഹര കുളിർത്തന്നലും വിജ്ഞാന കേന്ദ്രവും വിദ്യാസുരബീല വിശ്വൈക സദനവുമെൻ്റെ കൃത്തടം ആഗോള ജനതയ്ക്കു അനുരഞ്ജനത്തിൻ്റെ അനുഗ്രഹം തുരുതൂര നൽകിയിടുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക്? ഒരു സമാധാനവുമില്ലാത്ത കലുഷിതമായ അന്തരീക്ഷത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഭഗവാൻ ശ്രീബുദ്ധൻ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഈ ഉപദേശം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കിയേക്കാം. ഒരിക്കൽ ശ്രീബുദ്ധനും തന്റെ ശിഷ്യന്മാരും ഒരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ മുഖ്യ ശിഷ്യനായ ആനന്ദൻ ബുദ്ധനോട് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, അങ്ങ് എപ്പോഴും പറയുന്ന ഈ സമാധാനം എന്നത് എന്താണ്? അത് എവിടെയാണ് കണ്ടെത്താൻ കഴിയുക? ശിഷ്യന്മാരെ അത് ബോധ്യപ്പെടുത്തുന്നതിനായി ശ്രീബുദ്ധൻ അവരെ ആശ്രമത്തിലെ ചിത്രശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ പ്രഥമ ദൃഷ്ട്യാ സമാധാനത്തെ സൂചിപ്പിക്കുന്നത് എന്ന് തോന്നുന്ന 2 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ചിത്രം മനോഹരവും ശാന്തവുമായ തടാകം. തടാകത്തിൽ മിഥുനങ്ങളായ അരയന്നങ്ങൾ നീന്തി കളിക്കുന്നു. അതിനു ചുറ്റും പച്ചപ്പ് പുതച്ച മലനിരകൾ, ആകാശത്ത് വെളുത്ത മേഘങ്ങൾ. ആ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിൽ ഒരു കുളിർമ അനുഭവപ്പെടുമായിരുന്നു. രണ്ടാമത്തെ ചിത്രം പാറക്കെട്ടുകൾ നിറഞ്ഞ കറുത്ത മലനിരകൾ, ആകാശത്ത് ഭയപ്പെടുത്തുന്ന ഇടിമിന്നലും കനത്ത പേമാരിയും, മലമുകളിൽ നിന്ന് കുത്തി ഒലിച്ചൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടവും, ആകെ ഒരു അശാന്തി നിറഞ്ഞ അന്തരീക്ഷം. ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഇതിൽ ഏത് ചിത്രത്തിലാണ് സമാധാനത്തിന്റെ പ്രതീകമായിട്ടുള്ളത്? ശിഷ്യന്മാർ ഒരേ സ്വരത്തിൽ ആദ്യം കാണിച്ച തടാകത്തിന്റെ ശില്പം കാണിച്ചു കൊടുത്തു. എന്നാൽ ബുദ്ധൻ വിശേഷിപ്പിച്ചത് രണ്ടാമത്തെ ചിത്രത്തെയാണ്. ശിഷ്യന്മാർ ആകാംക്ഷയോടെ ചോദിച്ചു, ഇത്രയും ഭയപ്പെടുത്തുന്ന ഒരു ചിത്രത്തിൽ അങ്ങ് എങ്ങനെയാണ് സമാധാനത്തെ കണ്ടെത്തിയത്? അപ്പോൾ ബുദ്ധൻ ആ ചിത്രത്തിലെ ഒരു രഹസ്യം അവർക്ക് കാണിച്ചു കൊടുത്തു. കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പാറക്കെട്ടിന്റെ വിടവിൽ ഒരു ചെടി വളർന്നു നിൽപ്പുണ്ടായിരുന്നു. അതിന്റെ കൊമ്പിൽ കൂടുകൂട്ടിയ ഒരു കിളി കൂട്ടിലിരുന്ന് സുഖമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. ആശ്ചര്യത്തോടെ നിന്ന ശിഷ്യന്മാരോട് ബുദ്ധൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ലാത്ത ശാന്തമായ ബഹളങ്ങളില്ലാത്ത അന്തരീക്ഷത്തിൽ ഇരിക്കുന്നതല്ല സമാധാനം. ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളും പ്രക്ഷുബ്ധമായ അന്തരീക്ഷവും വീശിയടിക്കുന്ന കൊടുങ്കാറ്റും നിങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ ഒരിറ്റു ഭയം പോലും തോന്നാതെ ശാന്തമായി ഇരിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ സമാധാനം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ സങ്കടപ്പെടുന്നവരും നിസ്സാര കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുകയും ചെയ്യുന്ന നമ്മുടെയൊക്കെ സുഹൃത്തുക്കളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക. ഈ
വിവാദമാക്കി. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ക്രിസ്തു എന്റെ വഴികാട്ടിയാണ് എന്ന് പറഞ്ഞതിന് വിവാദമാക്കി. അവരറിയാതെ പോയ ഒരു കാര്യമുണ്ട്. ഞാൻ മാത്രമല്ല അഗ്രഹിസ്തവനായിട്ടുള്ള ഒരാൾ ക്രിസ്തുവിനെ വഴികാട്ടിയായി കണ്ടിട്ടുള്ളത്. മഹാത്മാഗാന്ധി. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പുസ്തകം വായിച്ചതാണ്, സ്റ്റാൻലി ജോൺസന്റെ പുസ്തകം, ഹൗ ക്രൈസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ഗാന്ധി എന്ന് പറയുന്ന പുസ്തകം. ഗാന്ധി ഗിരിപ്രസംഗങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ചതായി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറയില്ലേ മലമുകളിലെ പ്രസംഗം എന്ന് പറയില്ലേ, അതാണ് ഗാന്ധി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അദ്ദേഹം നോൺ വയലൻസ് എവിടെന്നാ കിട്ടിയത്? ക്രിസ്തുവിൽ. സ്വാമി വിവേകാനന്ദനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ക്രിസ്തു. അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി, ക്രിസ്തു എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ചേർത്ത് വെച്ചല്ല ക്രിസ്തുവിനെ കാണുന്നത്. ഞാൻ കാണുന്നത് ട്രൂത്താണ്. ട്രൂത്ത്, സത്യമാണ്. സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാൻ നമ്മൾ ആരുടെ മുമ്പിലാണ് തലകുനിക്കേണ്ടത്? ഒരാളുടെയും മുമ്പിൽ തലകുനിക്കില്ല. ഞാൻ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ബൈബിൾ വായിക്കും. അതിൽ എന്നെ അത്ഭുതപ്പെടുത്താറുള്ളത് എന്റെ ധർമ്മസങ്കടങ്ങൾ, എന്റെ വിഷമങ്ങൾ, എന്റെ ഉത്കണ്ഠകൾ, എന്റെ പരാതികൾ, എന്റെ പരിഭവങ്ങൾ. അതിനെല്ലാം ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു പരിഹാരം ഞാൻ വായിക്കുന്ന ഒരു പേജിൽ നിന്നോ ഒരു ഖണ്ഡികയിൽ നിന്നോ എനിക്ക് എപ്പോഴും തരാറുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തായിരിക്കണം സമീപനം? ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമല്ല, എന്നാൽ ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഗവൺമെന്റിനെ നടത്തേണ്ട ആളാണ്, സൂക്ഷിച്ച് പരിശോധിക്കേണ്ട ആളാണ്, സൂക്ഷ്മ പരിശോധന നടത്തേണ്ട ആളാണ്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടാണ് കിടന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ വായിച്ച ഭാഗം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളാരും വിശ്വസിക്കില്ല. ശലോമോന്റെ പ്രാർത്ഥനയാണ്, സോളമൻ രാജാവിന്റെ. എന്താ പറയുന്നത്? എനിക്ക് ധനവും വേണ്ട, പ്രശസ്തിയും വേണ്ട, നിന്റെ പ്രജകളെ നടത്തിക്കൊണ്ടുപോകാനുള്ള ജ്ഞാനം മതി എന്ന വിസ്ഡം. പിന്നെ ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്. ചിലര് വിവാദമാക്കി. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ക്രിസ്തു എന്റെ വഴികാട്ടി. ഒരു തത്വചിന്തകൻ ഒരിക്കല് ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു വലിയ കൊട്ടാരത്തിന്റെ പണി നടക്കുന്നത് കണ്ടു. അയാൾ അവിടെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അവിടെ 3 പണിക്കാർ, ആ പണിക്കാരുടെ കൂട്ടത്തിലെ 3 പേർ ഇഷ്ടികകൾ കൂട്ടിവെച്ചിരിക്കുന്നിടത്ത് നിന്ന് ചുമന്നു കൊണ്ടുപോകുന്നത് കണ്ടു. ഇഷ്ടിക ചുമക്കുന്നത് 3 പേരാണ് ആ കൂട്ടത്തിൽ. അവിടെ അയാള് കുറച്ചു നേരം അത് നോക്കി നിന്നിട്ട് ആദ്യത്തെ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇഷ്ടിക ചുമക്കുകയാണ് എന്ന്. രണ്ടാമത്തെ ആൾ ഇഷ്ടിക എടുക്കാൻ വന്നപ്പോൾ അയാൾ ചോദിച്ചു, ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇഷ്ടിക ചുമക്കുകയാണ്. മൂന്നാമത്തെ ചെറുപ്പക്കാരൻ ഇഷ്ടിക എടുക്കാനായിട്ട് വന്നപ്പോൾ ഈ തത്വചിന്തകൻ ഈ ചെറുപ്പക്കാരനോട് അതേ ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ ഈ കൊട്ടാരം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഒരു ജോലിയെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നത് വലിയൊരു വിഷയമാണ്. ഒരു തത്വചിന്തകൻ ഒരു നല്ല ചിന്ത. കുട്ടി കച്ചവടക്കാരനോട് ചോദിച്ചു, എൻ്റെ കയ്യിൽ 1 രൂപയേ ഉള്ളൂ, എനിക്ക് ഏത് മിഠായി എടുക്കാൻ പറ്റും? ഏത് മിഠായിയാണ് വേണ്ടതെന്ന് അയാൾ തിരക്കി. അവൾ ഒരു ഭരണി ചൂണ്ടിക്കാണിച്ചു. ഇഷ്ടമുള്ളത്രയും മിഠായി എടുത്തുകൊള്ളാൻ അയാൾ അനുവദിച്ചെങ്കിലും അവൾ പറഞ്ഞു, താങ്കൾ എടുത്തു തന്നാൽ മതി. പലതവണ അയാൾ നിർബന്ധിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല. അവസാനം അയാൾ കൈനിറയെ മിഠായി വാരിക്കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നീ എന്താണ് മിഠായി എടുക്കാതിരുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കൈ ചെറുതല്ലേ, താങ്കളുടെ കൈ വലുതും. എല്ലാം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കണമെന്ന വാശി ഉപേക്ഷിച്ചാൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ചത് ലഭിക്കും.
അർഹിക്കുന്നത് എന്തും ഒറ്റയ്ക്ക് സ്വന്തമാക്കാനുള്ള ശേഷി ആർക്കുമില്ല. ചിരപരിചിതരും അപരിചിതരും അയൽക്കാരും സഹപ്രവർത്തകരുമെല്ലാം കൂടിച്ചേരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് എന്ന ഇടുങ്ങിയ ചിന്താഗതിയിൽ വളരുന്നവർക്ക് ചില ന്യൂനതകളുണ്ട്. അവർക്ക് ഒന്നിൻ്റെയും പരമാവധി ലഭിക്കില്ല. കൊക്കിലൊതുങ്ങുന്നത് മാത്രം കൊത്തി ജീവിക്കും. സഹയാത്രികരുടെ സാധ്യതകളെ അവഗണിക്കും. സ്വന്തം കഴിവുകളുടെ വിപുലീകരണം അസാധ്യമാക്കും. ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമുണ്ടാകില്ല. ചിലതൊക്കെ അവസാനം വരെ കൂടെ ഉണ്ടാകും. പക്ഷേ ഒരു കാലത്ത് ഉറക്കം നഷ്ടപ്പെടുത്തിയ ചില സംഭവങ്ങളും കണ്ണുനിറച്ച ചില അനുഭവങ്ങളും ഓർക്കുമ്പോൾ അന്ന് അനുഭവിച്ച ആശങ്കയോ ഭയമോ ഇന്ന് നമ്മിലുണ്ടാവില്ല. അതിന് കാരണം പ്രശ്നങ്ങൾ ഇപ്പോൾ ചെറുതായി എന്നതുകൊണ്ടല്ല, നമ്മൾ വലുതായത് കൊണ്ടാണ്. ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ മാറാനുള്ളതല്ല, ചിലതൊക്കെ നമ്മളെ മാറ്റാനുള്ളതാണ്. സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമുണ്ടാകില്ല. ചിലതൊക്കെ അവസാനം വരെ കൂടെ ഉണ്ടാകും. പക്ഷേ ഒരു കാലത്ത് മനുഷ്യർ കുടുംബത്തിലും സമൂഹത്തിലും ചിരിക്കാൻ മറക്കുന്നതുകൊണ്ടാണ് ദുഃഖദുരിതങ്ങൾ ഉണ്ടാകുന്നത്. മദർ തെരേസ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ജീവിത വിജയത്തിൻ്റെ യഥാർത്ഥ മന്ത്രം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ തൃപ്തനാണോ? പ്രശസ്ത നടൻ ജാക്കി ചാനോട് ഒരിക്കലൊരു മാധ്യമപ്രവർത്തകൻ ചോദ്യമാണ്. ലോകം മുഴുവൻ ആരാധിക്കുന്ന കോടികളുടെ ആസ്തിയുള്ള ഒരു സൂപ്പർ താരത്തിൽ നിന്ന് സാധാരണയായി പ്രതീക്ഷിക്കുന്നത് തൻ്റെ വിജയഗാഥകളും നേട്ടങ്ങളുമായിരിക്കും. എന്നാൽ അവിടെയാണ് ജാക്കി ചാൻ എന്ന മനുഷ്യൻ വ്യത്യസ്തനാകുന്നത്. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ജീവിതത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളെ തൊട്ടറിയുന്ന ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. താൻ കേട്ട മനോഹരമായ ഒരു തത്വചിന്തയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയ മറുപടി ഇതായിരുന്നു: നിങ്ങളുടെ കഠിനാധ്വാനം നിറഞ്ഞ ജോലിയില്ലാത്ത ഒരുവൻ്റെ സ്വപ്നമാണ്. നിങ്ങളുടെ വികൃതിയായ കുട്ടികളില്ലാത്ത ഒരുവൻ്റെ വലിയ സ്വപ്നമാണ്. നിങ്ങളുടെ ചെറിയ വീട് തെരുവിൽ അലയുന്ന ഒരു ഭവനരഹിതൻ്റെ സ്വപ്നമാണ്. നിങ്ങളുടെ ചെറിയ സമ്പാദ്യം കടബാധ്യതയുള്ള ഒരുവൻ്റെ സ്വപ്നമാണ്. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരോഗ്യവും പോലും മാരകമായ രോഗങ്ങളോട് പൊരുതുന്ന ഒരു രോഗിയുടെ സ്വപ്നമാണ് നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനവും സുഖനിദ്രയും. ഭക്ഷണവും യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഒരു രാജ്യത്തെ ജനങ്ങളുടെ സ്വപ്നമാണ്. ഈ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയും പരാതിപ്പെടുകയും ചെയ്യാറുണ്ട്. മറ്റുള്ളവരുടെ ആഡംബര ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്ത് നിരാശപ്പെടാറുണ്ട്. എന്നാൽ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പലതും മറ്റൊരാൾക്ക് ജീവിതാവസാനം വരെ കൊതിച്ചിട്ടും കിട്ടാത്ത വലിയ സ്വപ്നങ്ങളായിരിക്കും. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും അതിനോട് നന്ദിയുള്ളവരായിരിക്കാനും നമുക്ക് കഴിയണം. കാരണം നാളെ എന്നത് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇന്നത്തെ നമ്മുടെ അവസ്ഥ നാളെ മാറിയേക്കാം. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള എളുപ്പവഴി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക എന്നതാണ്. ഉയരങ്ങളിലേക്ക് നോക്കി സങ്കടപ്പെടുന്നതിനേക്കാൾ താഴേക്ക് നോക്കി നമുക്കുള്ളതിനോട് നന്ദിയുള്ളവരാകുക. മാറിയ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാനും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും പഠിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. പ്രശസ്ത ഗ്രീക്ക് തത്വചിന്തകനായ എപ്പിക്യൂറസിൻ്റെ ഒരു വാചകം ഇവിടെ ഏറെ പ്രസക്തമാണ്.
നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ച് നിലവിൽ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ നശിപ്പിക്കരുത്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾ ഒരിക്കൽ നിങ്ങൾ ആഗ്രഹിച്ചവ മാത്രമായിരുന്നു എന്ന് ഓർക്കുക. അതുകൊണ്ട് പരാതികൾ മാറ്റിവെക്കാം. ഇന്ന് നമുക്കുള്ള ജീവിതത്തെ സ്നേഹത്തോടെയും നന്ദിയോടെയും സ്വീകരിക്കാം. നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണ തൃപ്തനാണോ? പ്രശസ്ത നടൻ ജാക്യത്തിനോട് ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യമാണ്. കടപ്പാട്. ജെറി പൂവക്കാല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.